പ്രവാസം കണ്ണുനീരിന്റെയും വിയർപ്പിന്റെയും കഥ. അക്കരപ്പച്ച തേടി കടൽ കടക്കുന്ന ഓരോ ഇന്ത്യക്കാരന്റെയും ഉള്ളിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. സ്വന്തം വീടിന്റെ ദാരിദ്ര്യം മാറ്റണം, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം, അടച്ചുറപ്പുള്ളൊരു വീട് പണിയണം. എന്നാൽ ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല. 1. ഒറ്റപ്പെടലും വിരഹവും. ഒരു പ്രവാസിയുടെ ഏറ്റവും വലിയ വേദന ഏകാന്തതയാണ്. മക്കളുടെ വളർച്ചയും മാതാപിതാക്കളുടെ വാർദ്ധക്യവും പ്രിയപ്പെട്ടവരുടെ സന്തോഷങ്ങളും സ്ക്രീനിലൂടെ മാത്രം കാണേണ്ടി വരുന്ന ഗതികേട്. പെരുന്നാളും ഓണവും ക്രിസ്മസും വരുമ്പോൾ, മറ്റുള്ളവർ ആഘോഷിക്കുമ്പോൾ ഗദ്ദമടക്കി ജോലിസ്ഥലത്ത് നിൽക്കുന്ന പ്രവാസി എന്നും ഒരു നൊമ്പരമാണ്. 2. സാമ്പത്തിക ബാധ്യതകളും ചൂഷണങ്ങളും. നാട്ടിൽ നിന്ന് പോകുമ്പോൾ വാങ്ങിയ കടങ്ങളും പലിശയും വീട്ടുവാടകയും ഒക്കെ ഓരോ മാസത്തെയും ശമ്പളത്തെയും കാത്തിരിക്കുകയാണ്. പലപ്പോഴും കൃത്യസമയത്ത് ശമ്പളം ലഭിക്കാത്തതും വിസ ചതികളും തൊഴിലിടങ്ങളിലെ ക്രൂരമായ വിവേചനങ്ങളും അവരെ തളർത്താറുണ്ട്. എങ്കിലും നാട്ടിലുള്ളവർ വിഷമിക്കണ്ട എന്ന് കരുതി ഞാനിവിടെ സുഖമായിരിക്കുന്നു എന്ന് പറയുന്ന ആ മനസ്സ് വലിയൊരു ത്യാഗമാണ്. 3. മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങൾ. കഠിനമായ ചൂടിലും മഞ്ഞിലും വിശ്രമമില്ലാതെ പണിയെടുക്കുന്നവർ, മതിയായ ചികിത്സ ലഭിക്കാത്തവരും മാനസിക സമ്മർദ്ദം പുറത്തുപറയാൻ കഴിയാത്തവരും ഏറെയാണ്. പെട്ടെന്നൊരു ജോലി നഷ്ടം സംഭവിച്ചാൽ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥ വിവരണാതീതമാണ്. 4. മടക്കയാത്രയെക്കുറിച്ചുള്ള ആകുലതകൾ. വർഷങ്ങളോളം മറുനാട്ടിൽ എല്ലുമുറിയെ പണിയെടുത്താലും നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ എന്തു ചെയ്യും എന്ന ആദി എല്ലാ പ്രവാസിക്കുമുണ്ട്. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് അർഹമായ പുനരധിവാസ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നത് ഇന്നും വലിയൊരു ചോദ്യചിഹ്നമാണ്. നമ്മുടെ നാടിന്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ല് പ്രവാസികളാണ്. എന്നാൽ അവരുടെ ജീവിതത്തിലെ പൊള്ളുന്ന വെയിലേറ്റു വാടുന്ന സ്വപ്നങ്ങളെ കാണാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഉപസംഹാരം. നമുക്കായി ജീവിതം ഹോമിക്കുന്ന പ്രവാസികളോട് സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറാം. അവരുടെ ഫോൺ കോളുകൾക്ക് കാതോർക്കാം. അവർ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളിൽ കൂടി നിൽക്കാം. അവർ അയക്കുന്ന പണത്തേക്കാൾ മൂല്യം അവർക്ക് നൽകുന്ന പരിഗണനക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം.